മലപ്പുറം നിലമ്പൂരിൽ കാട്ടാനകൾ കൂട്ടത്തോടെ ജനവാസ മേഖലയിൽ പൂക്കോട്ടുംപാടം പാട്ടക്കരിമ്പിലെ എസ്റ്റേറ്റിലാണ് 8 കാട്ടാനകൾ എത്തിയത്. നിരവധി കവുങ്ങുകളും റബ്ബർ മരങ്ങളും ആനകൾ നശിപ്പിച്ചു. കൊമ്പനൊന്നുമില്ലല്ലേ? ജംഷീർ കൊടിഞ്ഞി കൂടുതൽ വിവരങ്ങളുമായി. ജംഷീർ, ഈ ആന ഇറങ്ങുന്നത് പതിവായോ അവിടെ? നിഷാദ്, തീർച്ചയായിട്ടും ഇതിപ്പോൾ 1-2 ആനകളല്ല, 8 ആനകൾ ഒരുമിച്ചാണ് ഇങ്ങോട്ടേക്ക് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഈ എപ്പോഴും കർഷകരായിട്ടുള്ള ആളുകളുള്ള ഒരു എസ്റ്റേറ്റാണ് ഈ പ്രദേശം. അതുകൊണ്ട് തന്നെ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീതിയിലാണുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ ചൂടുകാലമായതോടെ ഇത്തരത്തിൽ വ്യാപകമായ ആനകൾ കൂട്ടത്തോടെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ശനിയാഴ്ച പുലർച്ചെയാണ് ഈ കാട്ടാനകൾ ഒരുമിച്ച് ഇങ്ങോട്ടേക്ക് എത്തിയത്. എന്നാൽ പിന്നീട് പിന്തിരിയാൻ കാട്ടാനകൾ തയ്യാറായില്ല. പിന്നീട് വനപാലകരും ആറാട്ട് സംഘവും എത്തി ഏറെ പണിപ്പെട്ട് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഇന്ന് പുലർച്ചെയോടെയാണ് ഇവയെ കാട് കയറ്റിയത് എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രദേശത്ത് നിരവധി വരുന്ന കൃഷി നടക്കുന്ന ഏരിയയാണ്. നിരവധി കൃഷിനാശവും ഈ ആനകൾ വരുത്തിയിട്ടുണ്ട്. ഏതാണ്ട് 500-ഓളം വരുന്ന റബ്ബർ നശിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കമുകൾ നശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കർഷകരെ സംബന്ധിച്ചിടത്തോളം വ്യാപകമായ ഏതാണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ ജീവനും വലിയ തരത്തിൽ ഭീഷണിയാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ വ്യാപകമായി കാട്ടാനകൾ ഇറങ്ങുന്നത് വലിയ തരത്തിലുള്ള അപകട ഭീഷണി ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളതാണ് കർഷകർ പറയുന്നത്. സൗരോർജ്ജ വേലി ഉൾപ്പെടെയുള്ളവ നിർമ്മിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നുള്ള ആവശ്യം കൂടി കർഷകർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വലിയ തരത്തിലാണ് ഇത്തരത്തിൽ കാട്ടാനകൾ ഭീഷണിയാകുന്നത്. മാത്രമല്ല, ഇനിയിപ്പോൾ ചൂട് കൂടി വരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും കൂടുതൽ ഇത്തരത്തിൽ കാട്ടാനകൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട് എന്ന് കർഷകർ പറയുന്നുണ്ട്. മാത്രമല്ല, ഇതിനോട് തൊട്ടടുത്തുള്ള മറ്റു പഞ്ചായത്തുകൾ, ഇപ്പോൾ വഴിക്കടവ്, ചാലിയാർ, ചുങ്കത്തറ ഉൾപ്പെടെയുള്ള പല പഞ്ചായത്തുകളിലും സമാനമായ രീതിയിൽ വ്യാപകമായി ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ശക്തമായ നടപടി, ഇനി ഈ ചൂട് കൂടി പരിഗണിച്ചുകൊണ്ട് ഇതിനെതിരെ ശക്തമായ നടപടി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നൊരു ആവശ്യമാണ് പ്രധാനമായും കർഷകർ ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വയ്ക്കുന്നത്.